നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഏറ്റുമുട്ടുകയാണ് CPM-ഉം CPI-യും. ഇത്തവണ CPI-ക്കും അതുപോലെ ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഒരു പരസ്യ വിമർശനമാണ് CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് നടത്തിയിരിക്കുന്നത്. പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻപ് കടുത്ത VS പക്ഷക്കാരനുമായിരുന്ന S ജയകുമാറാണ് ഇപ്പോൾ CPI-ക്കും ബിനോയ് വിശ്വത്തിനുമെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വേളകളായതിനാൽ വളരെ സൂക്ഷിച്ചും കണ്ടും കേട്ടും വേണം പാർട്ടി പ്രവർത്തകരോ അണികളോ നേതാക്കളോ സംസാരിക്കാൻ. കൈവിട്ട ഒരു വാക്ക് മതി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ. പല രീതിയിലുള്ള പ്രതിസന്ധികൾ CPM-നെ ഇപ്പോൾ വലയ്ക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ CPI-യെ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പറയുകയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് CPM മുതിർന്ന നേതാവ് രംഗത്ത് വരുന്നത്. അത്തരത്തിലൊരു പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. മാത്രവുമല്ല, പല വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഇത് വഴിവെച്ചിരിക്കുന്നു. CPI-ക്കും ബിനോയ് വിശ്വത്തിനുമെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ച് CPM നേതാവ് S അജയ്കുമാർ രംഗത്ത് വരുന്നത്. ബിനോയ് വിശ്വം ഒരു നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നത്. ഉത്തരം താങ്ങുന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPI-കാർക്കുള്ളതെന്നും അജയ്കുമാർ പറയുന്നു. ദീർഘനാളായി CPI പോര് നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പാലത്തെ മണ്ണൂരിലെ പൊതുയോഗത്തിലായിരുന്നു പരാമർശം. ഒരു നാലാംകിട രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ബിനോയ് വിശ്വം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണെന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ്. CPI-കാർക്കുള്ളത് ഇത് തന്നെയാണ് എന്നും കൂടി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കേവലം 5% വോട്ട് മാത്രമാണ് കേരളത്തിൽ CPI-ക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോയിട്ട് ഒരു പഞ്ചായത്തിൽ വേണ്ടേ? ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ മണ്ണൂർ പഞ്ചായത്തിൽ മത്സരിച്ചത്? എന്നിട്ട് എന്തായി? അധികാരം, ധാർഷ്ട്യം, അതിരുകടന്ന അവകാശവാദം മണ്ണൂർ പഞ്ചായത്തിൽ CPI-യുടെ അന്ത്യം കുറിക്കുന്ന ജനവിധിയായി എന്നും S ജയകുമാർ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എവിടെയെങ്കിലും 4 CPI-കാർ ഉണ്ടെങ്കിൽ 4 ആളുള്ളിടത്ത് 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റു മന്ത്രിമാരെയും വിമർശിക്കുന്ന CPI-യുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകൾ പത്തരമാറ്റ് തങ്കമാണോ എന്നും S അജയ്കുമാർ ചോദിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI നേരത്തെ വിലയിരുത്തിയിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു ഈ ഒരു വിലയിരുത്തൽ. ഇടതുമുന്നണിയെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നു. ഇതാണ് ഫലത്തിൽ തെളിയുന്നത്. വോട്ട് ചെയ്യുമെന്ന് കരുതിയ വിവിധ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തില്ല. മാത്രമല്ല, എതിരായി വോട്ട് ചെയ്തതായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്നും CPI റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ പരാജയ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് LDF യോഗത്തിൽ ഉയർന്ന ചർച്ചയാണെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPI സംസ്ഥാന കൗൺസിലിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്നീ ഘടകങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് മേൽ CPM-ന് നിയന്ത്രണമില്ല എന്ന അതിരൂക്ഷ വിമർശനമാണ് CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നത്. മുഖ്യമന്ത്രിക്ക് മേൽ CPM-ന് നിയന്ത്രണമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ തിരുത്തിയേനെ എന്നതും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശനെ അതിരുവിട്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് തെറ്റാണെന്ന വിമർശനവും കൗൺസിലിൽ ഉയർന്നിരുന്നു. PM ശ്രീ വിവാദമുണ്ടാക്കിയതും അത് ആളിക്കത്തിച്ചതും CPI സംസ്ഥാന നേതൃത്വമാണെന്നും അതിനു പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് ഏറ്റപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും തോളിൽ കെട്ടിവെക്കാൻ CPI സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുവെന്നാണ് CPM വിലയിരുത്തൽ. CPI സംസ്ഥാന നേതൃയോഗങ്ങളിൽ നടന്ന വിമർശനവും പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി CPM-നെതിരെ കുറ്റപത്രം തയ്യാറാക്കുന്ന CPI-ക്ക് ചുട്ട മറുപടി നൽകാൻ അജയ് മോഹൻ നിയോഗിക്കപ്പെട്ടുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒറ്റപ്പാലത്ത് നടന്ന പൊതുയോഗത്തിൽ ഇത്തരമൊരു പ്രസംഗം നടത്തണമെങ്കിൽ അത് കാലേ കൂട്ടി ആലോചിച്ച് തയ്യാറെടുത്ത് വന്നു എന്നാണ് CPI നേതാക്കൾ കരുതുന്നത്.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയെന്ന വിവാദത്തിന് CPI എണ്ണ പകർന്നുവെന്ന വിലയിരുത്തലും CPM-നുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ബിനോയ് വിശ്വത്തിന്റെ പ്രഹരം രാഷ്ട്രീയമായി ഏറ്റത് CPM-നായിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ നിലപാടിൽ CPM-ലെ നേതാക്കൾക്ക് കടുത്ത അമർഷമാണുള്ളത്. ഇതിലുള്ള പാർട്ടിയുടെ പ്രതികരണമാണ് അജയ് മോഹനിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഒരേ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയെ അവരുടെ രാഷ്ട്രീയ വൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിക്കുന്നത് അധിക്ഷേപമായാണ് കണക്കാക്കാറുള്ളത്. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് CPI-യുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ മറുപടി പറയുമെന്നാണ് കരുതപ്പെടുന്നത്. മുന്നണി മര്യാദ പാലിക്കാതെയുള്ള വിമർശനത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകണമെന്നാണ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. സ്വകാര്യ കമ്പനിയായ ഒയാസിസ് ഗ്രൂപ്പ് പാലക്കാട് എലപ്പുള്ളിയിൽ ഡിസ്റ്റിലറി സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി വന്നപ്പോൾ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് CPI സംസ്ഥാന നേതൃത്വം ഡിസ്റ്റിലറി സ്ഥാപിക്കാനാവില്ലെന്ന കർശന നിലപാട് എടുത്തിരുന്നു. അന്ന് പാലക്കാട് ജില്ലക്കാരൻ കൂടിയായ എക്സൈസ് മന്ത്രി MB രാജേഷ് MN സ്മാരകത്തിൽ നേരിട്ട് പോയി ബിനോയ് വിശ്വത്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ല. മുമ്പുള്ള പ്രശ്നങ്ങൾ കൂടി ചേർത്ത് CPIക്ക് ചുട്ട മറുപടി എന്ന ലൈനാണ് നിലവിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വിമർശനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. CPM-ൽ പിണറായി VS വിഭാഗീയത കത്തി നിന്ന കാലത്ത് കടുത്ത VS പക്ഷക്കാരനായിരുന്നു അജയ് മോഹൻ. വിഭാഗീയത കാലത്ത് NN കൃഷ്ണദാസിനൊപ്പം ഒതുക്കപ്പെട്ടുപോയ അദ്ദേഹം നിലവിൽ പിണറായിക്കൊപ്പം നിലയുറപ്പിച്ചുവെന്ന സൂചനയാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും. ഇതിനു മുൻപും ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീക്കങ്ങൾ CPM നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന CPI സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട് ഇതിന്റെ സൂചന നൽകുന്നു. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിവാദവും വിനയായി. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതും ന്യൂനപക്ഷങ്ങളെ ഇടതു മുന്നണിയിൽ നിന്ന് അകറ്റിയെന്നും CPI റിപ്പോർട്ടിൽ പറയുന്നു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന CPM വിശദീകരണത്തിന് വിരുദ്ധമായ കണ്ടെത്തലുകളാണ് CPI റിപ്പോർട്ടിലുള്ളത്. LDF-നെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇടതുമുന്നണി തോൽവി നേരിട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ ശേഷിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി മുന്നണിക്ക് വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട്. നേരത്തെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന കോൺഗ്രസിലും CPI നേതൃത്വത്തിന് നേരെ എതിർ സ്വരങ്ങൾ ഉയർന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപനങ്ങളിൽ മാറ്റം വരുത്താതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം പ്രധാന പ്രചാരണ വിഷയമാക്കിയ BJP പലയിടത്തും അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയതും ആശങ്ക ഉയർത്തിയിട്ടുണ്ടെന്നും CPI പറയുന്നു. CPM-നെ ഇത്രയും പരസ്യമായി എതിർക്കാൻ CPI കാണിച്ച ധൈര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ സ്വന്തം പാർട്ടിയിലോ ഘടകകക്ഷിയിലോ ഇതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. CPI ഒരു അവസരം കാത്തിരിക്കുകയാണ്. കാലത്തിന്റെ പിൻഗാമിയായി എത്തിയ ബിനോയ് തുടക്കത്തിൽ പിണറായിയുമായി സമസരപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് ബിനോയ് തൽസ്വരൂപം കാണിച്ചു. ബിനോയ് വിശ്വത്തെ ദുർബലനായ ഒരു നേതാവായാണ് CPM കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ശക്തമായ നിലപാട് സ്വീകരിക്കാനോ പിണറായിയെ പോലെ ഒരു നേതാവിനോട് ഏറ്റുമുട്ടാനോ സാധിക്കുന്ന ഒരു നേതാവല്ല CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന ധാരണ മാറ്റി എഴുതുന്നത് കൂടിയായി ഇപ്പോഴത്തെ പല കാര്യങ്ങളും.